മലപ്പുറം നിലമ്പൂർ പോലീസ് ക്യാമ്പിൽ പുലി. ഇന്ന് പുലർച്ചെ 2 മണിയോടെയാണ് ക്യാമ്പ് പരിസരത്ത് പുലി എത്തിയത്. പുലിയെ കണ്ട പോലീസുകാരൻ മുകളിലേക്ക് വെടിയുതിർത്തു. പോലീസുകാരൻ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. പുലിയെ കണ്ടതിന് സമീപത്ത് മുള്ളൻ പന്നിയെ പുലി കൊന്നു ഭക്ഷിച്ച നിലയിലും കണ്ടെത്തിയിട്ടുണ്ട്. വിവരങ്ങളുമായി ശാന്തകുമാർ വെള്ളാലത്ത് ചേരുന്നു. ശാന്തകുമാർ, ഇങ്ങനെ വന്യമൃഗങ്ങൾ ഇറങ്ങി നാട്ടിൽ യഥേഷ്ടം നടക്കുകയാണ്. അവർക്ക് പോലീസ് സ്റ്റേഷനെന്നോ പോലീസ് ക്യാമ്പെന്നോ വീടെന്നോ എന്നും ഭേദമില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ആ പ്രദേശത്ത് ഈ കണ്ട പുലിക്കായി തെരച്ചിൽ നടക്കുന്നുണ്ടോ? അത് ഇപ്പോൾ എവിടെയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്? ലക്ഷ്മി പറഞ്ഞ പോലെ തന്നെയാണ് നിലമ്പൂർ വനമേഖലയിൽ വന്യമൃഗങ്ങളുടെ ശല്യം ഏറെ വർദ്ധിച്ച കാലം തന്നെയാണത്. അതിനൊപ്പം തന്നെയാണ് അത് ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുകയൂടി ചെയ്യുന്നത്. അതാണ് ഇപ്പോൾ നിലമ്പൂർ നഗരസഭയിൽ തന്നെ, നിലമ്പൂർ നഗരത്തിന് ഏകദേശം 1.5 കിലോമീറ്റർ അപ്പുറത്താണ് ഈ MSPയുടെ ക്യാമ്പ് ഉള്ളത്. MSPയുടെ ക്യാമ്പും DYSP ഓഫീസും എല്ലാം അതിനകത്താണ്. ഈ ക്യാമ്പിന് അകത്താണ് ഇന്ന് പുലർച്ചെ 2 മണിക്കും 2:30ക്കും ഇടയിൽ ഇത്തരം ഒരു പുലിയെ കാണുന്നത്. പാറാവുകാരനായ പോലീസുകാരനായിരുന്നു ഈ പുലിയെ കണ്ടത്. അദ്ദേഹത്തിന്റെ കയ്യിൽ അപ്പോൾ തോക്കുണ്ടായിരുന്നു. ആ തോക്ക് ഉപയോഗിച്ച് ആകാശത്തേക്ക് വെടിവെക്കുകയായിരുന്നു. അതിന്റെ ശബ്ദം കേട്ടാണ് പിന്നീട് പുലി പിൻവാങ്ങിയതെന്നാണ് ആ പാറാവുകാരൻ തന്നെ പറയുന്നത്. തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. അത് പുലിയുടെ കാൽപാത അടയാളങ്ങളെല്ലാം കാണുകയും ചെയ്തിട്ടുണ്ട്. തുടർന്ന് ഇനി അവിടെ കൂടുകൾ സ്ഥാപിക്കുന്നതിന് അതിന്റെ ആദ്യഘട്ടം എന്ന രീതിയിൽ ക്യാമറകൾ സ്ഥാപിക്കാൻ തന്നെ തീരുമാനമായിട്ടുണ്ട്. എന്തായാലും ഈ പുലി പ്രദേശത്ത് തന്നെ ഉണ്ടാവുമെന്ന് തന്നെയാണ് വനംവകുപ്പും കരുതുന്നത്. എന്തായാലും തുടർ നടപടികൾ മുന്നോട്ട് പോകാൻ തന്നെയാണ് വനംവകുപ്പിന്റെ തീരുമാനം. ലക്ഷ്മി. ശാന്തകുമാർ വെള്ളാലത്താണ് മലപ്പുറത്ത് നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്.